ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ്. ഞാൻ 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇത് റവയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്കാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഏലക്കാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് എള്ളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇടുന്നുണ്ട്. അത് നമ്മുടെ മാവിൻ്റെ പരുവം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിനാണ് മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസായും പോകരുത്, എന്നാൽ നമ്മുടെ കൈ കൊണ്ട് കോരി ഒഴിക്കാനും പറ്റണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ട് എണ്ണ ഇരിക്കുമ്പോൾ വേണം കൈ കൊണ്ട് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. മധുരം വേണേൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഇതിപ്പോൾ നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ബാക്കിയുള്ള മാവ് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ.